നമസ്കാരം. സിറിയയിലെ പ്രശ്നത്തിൽ നിന്ന് അകലം പാലിക്കുമെന്ന സൂചന നൽകി നിയുക്ത യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഷയത്തിൽ ഇടപെടാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞാണ് ട്രംപ് വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്താതിരുന്നത്. സിറിയ പ്രശ്നത്തിലാണ്, എന്നാൽ അവർ ഞങ്ങളുടെ സുഹൃത്തല്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. യു.എസിന് ഇതിലൊന്നും ചെയ്യാനാകില്ല, പ്രശ്നത്തിൽ ഇടപെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബഷാറുൽ അൽ അസദ് സർക്കാരുമായി യു.എസിന് നയതന്ത്ര ബന്ധമില്ല. എന്നാൽ സിറിയയിലുള്ള 1000-ഓളം വരുന്ന യു.എസ്. സൈന്യത്തെ സംബന്ധിച്ച് ട്രംപ് മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം രക്തരൂക്ഷിത ആഭ്യന്തര കലാപം തുടരുന്ന സിറിയയിൽ തലസ്ഥാനമായ ഡമാസ്കസ് വളഞ്ഞെന്ന് വിമതസേന അവകാശപ്പെട്ടിരുന്നു. 3 സുപ്രധാന നഗരങ്ങൾ വിമതസേന പിടിച്ചെടുത്തെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിറിയയിൽ പ്രസിഡന്റ് ബഷാറുൽ അസദിന്റെ യുഗം അവസാനിച്ചു എന്നാണ് വിമതർ പറയുന്നത്. സിറിയ സ്വതന്ത്ര രാജ്യമായെന്നും വിമതർ പ്രഖ്യാപിച്ചു. സിറിയയുടെ ചരിത്രത്തിൽ പുതിയ യുഗത്തിനാണ് തുടക്കം കുറിക്കുന്നതെന്നും വിമതർ അറിയിച്ചു. കഴിഞ്ഞ 50 വർഷമായി സിറിയ ബാത്തിസ്റ്റ് ഭരണത്തിന്റെ അടിച്ചമർത്തലായിരുന്നു. 13 വർഷത്തെ കുറ്റകൃത്യം, സ്വേച്ഛാധിപത്യം, കുടിയൊഴിപ്പിക്കൽ എന്നിവയെല്ലാം അതിജീവിച്ച് ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം അധിനിവേശ ശക്തികളെ നേരിട്ട് സിറിയ ഇരുണ്ട യുഗം അവസാനിപ്പിച്ച് പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും വിമതർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. പുതിയ സിറിയ പരസ്പര സഹകരണത്തോടെയായിരിക്കും പ്രവർത്തിക്കുക. ഇവിടെ നീതി നടപ്പാവുകയും സിറിയക്കാരുടെ ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. മുമ്പുണ്ടായിരുന്ന കറുത്ത ഏടിനെ മാറ്റി പുതിയൊരു യുഗത്തിനാണ് തുടക്കം കുറിക്കുന്നതെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. അതേസമയം ബഷാറിന്റെ പതനത്തിനു ശേഷം ആയിരക്കണക്കിന് ആളുകൾ സിറിയൻ തെരുവുകളിൽ ഇറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തി. തലസ്ഥാനമായ ഡമാസ്കസിൽ സ്ഥാപിച്ചിരുന്ന ബഷാറുൽ അസദിന്റെ പിതാവിന്റെ പ്രതിമകൾ ജനങ്ങൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിനിടെ പ്രസിഡന്റ് ബഷാറുൽ അസദ് രാജ്യം വിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ രാജ്യം വിടാൻ തനിക്ക് പദ്ധതിയില്ലെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി അൽ ജലാലി പറഞ്ഞു. പൊതുസ്ഥാപനങ്ങൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ വിമതർ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുസമ്പത്ത് സംരക്ഷിക്കാൻ പൊതുജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ബഷാർ അൽ അസദ് ഭരണകൂടത്തിൽ നിന്ന് സിറിയയെ മോചിപ്പിച്ചുവെന്നാണ് വിമതർ അവകാശപ്പെടുന്നത്. ഇത് പുതിയൊരു തുടക്കത്തിന്റെ ആരംഭമാണ്, ഇരുണ്ട യുഗത്തിന്റെ അന്ത്യമായെന്ന് ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതാവ് ടെലിഗ്രാമിൽ കൂടി പ്രഖ്യാപിച്ചു. അസദ് ഭരണത്തിൽ മാറ്റിപ്പാർപ്പിക്കപ്പെട്ടവർക്കും ജയിലിലടയ്ക്കപ്പെട്ടവർക്കും ഇനി തിരികെ വീടുകളിലേക്ക് വരാമെന്നും വിമതർ പ്രഖ്യാപിച്ചു. എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്ന പുതിയൊരു സിറിയയായിരിക്കുമെന്നും നീതി ലഭിക്കുമെന്നും HTC പറഞ്ഞു. ദമാസ്കസിൽ ജനങ്ങൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ബഷർ അൽ അസദ് രക്ഷപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു അസദ് ഭരണകൂടത്തിൽ നിന്നും സിറിയയെ മോചിപ്പിച്ചുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വിമതർ പ്രഖ്യാപനം നടത്തിയത്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്ന് വിമാനത്തിൽ കൂടി അജ്ഞാത ഇടത്തേക്ക് ബഷർ അൽ അസദ് രക്ഷപ്പെട്ടുവെന്നാണ് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോംസ് നഗരം പൂർണ്ണമായും പിടിച്ചടക്കിയതിന്റെ പിന്നാലെയാണ് വിമതർ തലസ്ഥാനത്തേക്ക് കടന്നത്. ബഷാർ അൽ അസദിന്റെ 24 വർഷത്തെ ഭരണത്തിന് അവസാനമായെന്ന് സിറിയയുടെ സൈനിക കമാൻഡ് ഉദ്യോഗസ്ഥർക്ക് അയച്ച സന്ദേശത്തിൽ അറിയിച്ചെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഡമാസ്കസിലേക്ക് വിമതസേന പ്രവേശിച്ചെന്ന വാർത്തകൾക്ക് പിന്നാലെ വിമാനത്തിൽ അജ്ഞാതമായ സ്ഥലത്തേക്ക് പ്രസിഡന്റ് യാത്ര തിരിച്ചുവെന്നാണ് 2 മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തത്. അതേസമയം വിമതർക്ക് അധികാരം കൈമാറാൻ തയ്യാറാണെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി പറയുന്നു. സമാധാനപരമായ അധികാര കൈമാറ്റം ആഗ്രഹിക്കുന്നുവെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സിറിയയ്ക്ക് അയൽക്കാർ ഉൾപ്പെടെ ലോകവുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്ന ഒരു സാധാരണ രാജ്യമാകാൻ കഴിയും. എന്നാൽ ഈ വിഷയം സിറിയൻ ജനത തിരഞ്ഞെടുക്കുന്ന ഏതൊരു നേതൃത്വത്തെയും ആശ്രയിച്ചാണുള്ളത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതൃത്വവുമായി സഹകരിക്കാനും സാധ്യമായതെല്ലാം ചെയ്യാനും തയ്യാറാണ്. ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സംപ്രേഷണം ചെയ്ത ഒരു പ്രസംഗത്തിലൂടെയാണ് ജലാലി ഇക്കാര്യം പറഞ്ഞത്.